ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആവേശത്തിമിർപ്പിലാണ് ആവേശം സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. വിഷു റിലീസിന് വന്നതിൽ ഏറ്റവും നമ്പർ 1 ആവേശം. മോനെ, ഇത് തന്നെയാണ് നമ്പർ 1 സിനിമ എന്ന് ബാക്കിയുള്ള സിനിമകളോട് പറയുകയാണ്. അതായത് തെളിഞ്ഞും മറിഞ്ഞും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാകുന്ന സിനിമാ ലോകത്തിന് ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആവേശം മുന്നോട്ട് പോകുന്നത്. വലിയ പരസ്യവും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും സിനിമ ഇപ്പോൾ 60 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 61 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ള കാര്യം. 844ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1,80,000-ന് മുകളിൽ ആളുകൾ കാണുകയും 73% ഒക്യുപ്പൻസിയിൽ ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 180ഓളം ഹൗസ്ഫുൾ ഷോകളും 210ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ്. ഇതുവരെ ട്രാക്കിങ്ങിലൂടെ മാത്രം ലഭ്യമായിരിക്കുന്നത് നമുക്ക് 2,70,00,000 രൂപയോളം. ഫൈനലായിട്ട് പറയുന്നത് 2,86,00,000 രൂപയായിരിക്കുമെന്ന്. അതായത് കേരള കളക്ഷൻ ഗ്രോസ് വരുന്നത് ഇന്ന് 3.25 കോടിയോളം. തുടർച്ചയായി അങ്ങനെ തന്നെ മുന്നേറുന്ന ആവേശം ബാക്കിയുള്ള തള്ളു സിനിമകളെ തച്ച് പൊളിച്ചെറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആടുജീവിതം മികച്ചു പോകുമ്പോഴും അതിനൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ കുതിക്കുകയാണ് ആവേശം. മോനെ എന്നുള്ള ആ ഒരു വിളി മാത്രം മതി ഈ സിനിമ ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ. എന്താണെങ്കിലും ഫഹദിൻ്റെ ഒറ്റയാൾ പോരാട്ടം ഇന്ന് സിനിമാ ലോകത്ത് ഞെട്ടിത്തരിപ്പിക്കുന്ന ഒരു വികാരമായി മാറിയിരിക്കുന്നു. അതെ, ആവേശം ആ റേഞ്ചിൽ തന്നെയാണ്. രോമാഞ്ചത്തിന് ശേഷം ആവേശം വരുമ്പോൾ ആ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള കളക്ഷൻ 25 കോടിയും കഴിഞ്ഞു. വേൾഡ് വൈഡ് കളക്ഷൻ 60 കോടിയും കഴിഞ്ഞ് കുതിക്കുന്നു ആവേശം. 100 കോടി ശനി ഞായർ ദിവനത്തോടെ എത്തും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ആവേശം മികവുറ്റമായി തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.